ഒരാഴ്ച ഫുള്ള് പണിയൊക്കെ എടുത്തിട്ട് ഞായറാഴ്ച ആകുമ്പോൾ എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ കുറച്ച് പ്ലേസുകളുമായിട്ടാണ് ഈ ഒരു വീഡിയോ സീരീസ് വരുന്നത്. രാവിലെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ കയറാൻ പറ്റിയ പ്ലേസ്, അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ് പയ്യെ ഇറങ്ങി സ്ഥലമൊക്കെ കണ്ട് തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റിയ പ്ലേസുകൾ, അങ്ങനത്തെ കുറച്ച് പ്ലേസുകളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പുൽപ്പള്ളി ഏരിയയിലെ കുറച്ച് പ്ലേസുകളാണ് പോയി നോക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ തീരുമാനിച്ചിട്ടില്ല, പോകുന്ന വഴിയിൽ ഏതാണോ അടിപൊളി സ്ഥലം അങ്ങോട്ട് കയറിയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഴശ്ശിരാജ മെമ്മോറിയൽസിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ ഇനി കുറേ സാധനങ്ങളുണ്ടെന്നാണ്. ഇങ്ങോട്ട് ഞങ്ങൾ അധികം വന്നിട്ടില്ല ഈ ഭാഗത്തേക്ക്. അധികം ഇൻസ്റ്റയിലൊന്നും അധികം വീഡിയോസ് ഇല്ല ഈ ഒരു ഭാഗത്തേക്ക്, അങ്ങനെ എക്സ്പ്ലോർഡ് അല്ല അത്. റൈറ്റ് നമ്മൾ ഈ വഴിയാണ്, വണ്ടിക്കടവ് വഴിയാണ് പോകേണ്ടത്. കാപ്പി സെറ്റ് കഴിഞ്ഞ് നേരെ വരുമ്പോൾ വണ്ടിക്കടവ് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ എത്തും. അവിടുന്ന് വണ്ടിക്കടവ് എന്ന് പറഞ്ഞ റൂട്ടിൽ കയറണം. ഈ വഴി അത്ര സുഖമില്ല, ഇതുവരെ അടിപൊളിയായിരുന്നു. ഏകദേശം അതിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി. ഇവിടെ ഇനി പൈസ കൊടുക്കണം പാർക്കിങ്ങിന്. ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 9 to 5:30 ആണ് ഇവിടെ എൻട്രി ടൈം. അടച്ചിട്ട് പോലെ. അപ്പം ഫസ്റ്റ് സ്ഥലം ഫ്ലോപ്പി. അതെ, തുറന്നിട്ടില്ല. വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ശേഷം ഒന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഒഫീഷ്യലായിട്ടുള്ള ഒരു സാധനം ഓപ്പൺ ആയിട്ടില്ല. തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തേട്ട് പോവുകയാണ്. ഇതും പുൽപ്പള്ളിയിലുള്ള പോലെ ഒരു ഇന്റർലോക്ക് റോഡാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ അറിയാം. 10-ാം തീയതി തുറക്കുമെന്നായിരുന്നു പറഞ്ഞാലോ എല്ലാം. 10-ന് തുറക്കാൻ വേണ്ടി ഓർഡർ ആയതായിരുന്നു. വീണ്ടും വയനാട് ഭൂമികുലുക്കം പോലെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് മരക്കടവ് ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ പുഴേൻ്റെ സൈഡിൽ അടിപൊളി വ്യൂ ഉണ്ടെന്നാണ് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞത്. പോയി നോക്കാം, അവിടെ എത്തിയിട്ട് നോക്കാം എന്താ സ്ഥിതി. ഒരു കർണാടക സെറ്റപ്പ്, ഒരു ബാവലി സെറ്റപ്പ് ഒക്കെ അറിയാം. അവിടുത്തെ റോഡ് മോശം, ഇവിടെയൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട്. മണ്ണിന്റെ കളർ നോക്ക്, നല്ല കറുപ്പല്ലേ ഇത്. നമ്മുടെ അവിടെ ഈ കളറല്ലല്ലോ. വലിയ ഗാർഡനൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റപ്പാ. എന്തോ സാധനം വരുന്നുണ്ട്. മിൽക്ക്, വൈറ്റ് മിൽക്ക്, മിൽമ പോലത്തെ എന്തോ സാധനമാണ്. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഇവിടുന്ന് ദൂരെ പുഴയുടെ ഒരു അടിപൊളി വ്യൂ കണ്ടിരുന്നു. കബനിയാണ് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറം ഫുള്ള് കർണാടകയാണ്. കൊളവള്ളി എന്നാണ് ഈ ഒരു സ്പോട്ടിൻ്റെ പേര്. ആമസോണൊക്കെ പോലെ ഇവിടെ പുഴ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. 2 വീഡിയോ കൂടെ എടുത്തു വെക്കട്ടെ. രസമുണ്ട്. സിഗ്നൽ ലോസ് കണ്ടപ്പോ ഒന്ന് ഞെട്ടിയില്ലേ? ഞെട്ടിയാണോ? വിറച്ച്. ഞാനതിന്റെ ബോളിൽ കൊണ്ടാണ് അവിടെ എത്തിയത്. എവിടെയാള്? ഇവിടെ എവിടെയുണ്ട്, കണ്ടുപിടിക്കണം. നമ്മൾ ഡ്രോൺ എടുത്ത് പറപ്പിച്ചപ്പോൾ ഇതിലെ ഒരു വണ്ടി പോകുന്നൊരു വഴിയുണ്ട്. അപ്പോൾ അതിലൊന്ന് പോയി നോക്കുകയാണ്. ഇതിപ്പോൾ ഒരു കോളനി റൂട്ടാണ് ഈ കാണുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം. കാർ എടുത്തുകൊണ്ട് വന്നില്ല, അങ്ങോട്ട് ഇറങ്ങൂല.
നടന്നു പോകാൻ തന്നെ ചെളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ പശു. അവിടെയും ചെണ്ട് ഇവിടെയും ചെണ്ട. ഇതൊന്ന് 2 ചെണ്ട. ഇങ്ങനെ പോയേക്കുന്നുണ്ടോ? ഇങ്ങനെ ഇത് 4 ചെണ്ട. എനിക്കറിയില്ല കേട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ മറ്റേ ആനേൻ്റെ സാധനമല്ലേ അത്? ഏതാ? അവിടെ ഇട്ടിട്ടുണ്ട്. അത് ഫെൻസിങ്. അത് ഫെൻസിങ് ആണെന്ന് തോന്നുന്നു. ആണോ? അതിനകത്ത് അതെനിക്ക് ആനയ്ക്കൊരു ചവിട്ടി ഇങ്ങനെ പിഴുതെടുക്കാനുള്ളല്ലോ. കൊട്ടത്തോണി എത്രയാണ് കിടക്കുന്നത് നമുക്ക്? ഇത് കൊട്ടത്തോണിയായിരുന്നു. ഇതെങ്ങനെ ഇവിടെ ഉള്ളവർ തന്നെ ഉണ്ടാക്കുന്ന ആയിരിക്കും. ചാക്കൊക്കെ വെച്ചല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പടിഞ്ഞാറത്തറ പോയപ്പോൾ കണ്ടു അവരവിടെ. അത് ടാറാണോ എന്താ തേച്ച് വെച്ചേക്കുന്നതിനകത്ത്? ഇത് വെച്ചിട്ടാണ് ഇവിടുന്ന് അവിടെ കാണുന്ന പുഴ കടന്ന് അപ്പുറം കർണാടകയിലേക്ക് പോകുന്നത്. വെറുതെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇല്ലേ, അത് കമ്പിയിൽ സ്ട്രെച്ചർ അടിച്ചുണ്ടാക്കിയിട്ട് ഈ ഷീറ്റ് മാത്രം വെച്ചുണ്ടാക്കിയിട്ട് അതിൽ തോണി പോലെ ഒന്നുമില്ല. ഇത് ഫെൻസിങ് തന്നെയാണ്. ഇതുണ്ടോ ഇവിടെ വരെയാണ്. അപ്പം കുട്ടിയാനകൾക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ അല്ലേ? ആൾക്കാരുടെ സ്ഥലമുള്ള ഇതാ ഈ ജെണ്ട ഇട്ടേക്കുന്നുണ്ടോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റാണ്. ആണ് അപ്പുറത്തേക്ക് കൃഷിയില്ലാത്ത. ആദ്യം കൃഷി ചെയ്തുകൊണ്ടിരുന്ന, രണ്ടാമത് ഫോറസ്റ്റ് ചെയ്ത് കയറ്റി പിടിച്ചതായിരിക്കും സ്ഥലം. ഇതുണ്ടോ, ഇതിൻ്റെ അപ്പുറത്തേക്കേ ഉള്ളൂ കൃഷി. തൊട്ട് കാരണമുണ്ടോ? സമയത്തേക്ക് തട്ടിട്ട് വന്നതെയോ? ഇതാണ് ആന കയറാണ്ടിരിക്കാനിടുന്ന സാധനം. ഇത് ആന വന്നിട്ട് ഇതിൽ തട്ടുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി മുട്ടിയിട്ട് സൗണ്ട് ഉണ്ടാവും. സൗണ്ട് അല്ലല്ലോ, എന്താ വരുന്നത്? കറണ്ടല്ലേ വരിക? ഒരു പൊട്ടലുണ്ടാവും. ഇങ്ങനെ ഇടവിട്ട വരിക അല്ലേ? കൊട്ടത്തോണികളുടെ ഇവിടെ മെയിനായിട്ട് ഇവർ കൊട്ടത്തോണി യൂസ് ചെയ്യുന്നതിന് വെച്ചാൽ അവിടുന്ന് അപ്പുറം പോയി കുറേ സാധനം മേടിച്ചെങ്കിൽ പോരും. ആ ചേട്ടൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് പറ. ചേട്ടനെ കണ്ടായിരുന്നു. ചേട്ടൻ്റെ വീടാണിത്. അല്ല അപ്പോൾ ഇവിടെ വയലുണ്ടാവും അല്ലേ? ഇല്ല, ആൻസ് വാങ്ങാൻ വേണ്ടി വന്നു. എന്ത് കൂളായിട്ടാണ്. പക്ഷെ ഇവിടെയൊക്കെ വണ്ടി ഇതിൻ്റെ അപ്പുറം കയറ്റിയിട്ടുണ്ട് അല്ലേ? അതിലൊക്കെ പോയിട്ടുണ്ട്. അതിനല്ല, വയലില്ലാതെ 2 വയലവിടെ വിത്ത് ഇട്ടേക്കുന്നു. ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഞാൻ അന്ന് കണ്ടപ്പം ഈ ഭാഗമൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ലടാ. അപ്പോൾ അവിടെ വരെ ആ ഭാഗം വരെ നടന്നു പോകുമായിരുന്നു. നീ ഇവിടെ വന്നിട്ടുള്ള? ഇല്ല, ഞാൻ ആരോ വീഡിയോയിൽ കണ്ടതാ. ഇതിലെ വണ്ടി കയറ്റി അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഈ മഴയത്ത് ഇവിടെ ഫുള്ള് വെള്ളം കയറിയെന്ന്. ഇതായിരിക്കും പുള്ളി പറഞ്ഞ പോയിന്റ് അല്ലേ? ആനപ്പിണ്ട.
1 2 3 ആ എന്തെങ്കിലും മറ്റേത് എടുക്ക്, മറ്റേത് വീഡിയോ എടുത്ത് ഇൻസ്റ്റാ എടുക്കുന്ന പോലെ. ആ 20 രൂപയോ? ഇല്ലടാ, ചില്ലറില്ല. വാ ചായ പിടിച്ചു തരാം. ചായക്കട ഉണ്ടോ അവിടെ? നമ്മുടെ അവിടെ ഉള്ള പോലത്തെ ചെളിയല്ലല്ലോ ഇതിൻ്റെ വയലിലേക്ക്. കറുത്ത കളറ് ഇന്ത്യയൊക്കെ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് നെൽകൃഷി ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മുടെ സൈഡിലായിട്ടൊക്കെ മൊത്തം പോയി, ഒരിടയ്ക്ക് എല്ലാവരും നിർത്തി. പിന്നെ ഇപ്പോൾ വയലിൽ നെല്ലിൻ്റെ പൈസ, അരീൻ്റെ പൈസ കൂടി ഇപ്പം വീണ്ടും തുടങ്ങുന്നുണ്ട്. എന്നാലും പണ്ടുള്ള അത്രയൊന്നും ഇപ്പോൾ ഇല്ല. എങ്ങനെയെങ്കിലും ഡാറ്റ ബാങ്കിൽ നിന്ന് മാറ്റിയിട്ട് അതെന്താ പ്രശ്നം അറിയോ? എടുക്കാൻ വേണ്ടിട്ടാ. അല്ലടാ, മെയിൻ ആയിട്ടുള്ള പ്രശ്നം അറിയാം, പണിക്കാരില്ല. പിന്നെ പണിക്ക് ഭയങ്കര പൈസയും. തൊഴിലുറപ്പ് പോകുന്നതിന്റെ അവർക്ക് സുഖമല്ല, അതിൽ പോയി കഴിഞ്ഞാൽ അത്രയും പൈസക്ക്. ഇപ്പൊ അതിന് വന്നു കഴിഞ്ഞാൽ നല്ല പണിയല്ലേ. ഇത് പാലുണ്ടാക്കാൻ വേണ്ടി അല്ലല്ലോ, ഇത് വേറെന്താ സംഭവം? പാലുണ്ടാക്കാനല്ല. ഇതിൽ വെള്ളം അടിച്ചെത്തിക്കും. എന്നിട്ടോ ഇവിടെ നിന്നിട്ട് പിന്നെ പൊട്ടൻഷ്യൽ എനർജിയിൽ വെള്ളം അങ്ങോട്ട് പോകും ഓരോരോ ഇതിലേക്ക്. 10ാം ക്ലാസ്സിൽ 5 A+ കിട്ടിയതിൻ്റെ അഹങ്കാരം എന്തൊരു എഴുതിയിട്ടുണ്ടോ? നീ വന്ന് എല്ലാവരോടും മാറാൻ പറ. അപ്പുറത്തേക്ക് തോണി ഉണ്ട്. ഇതാ ഇത് കയറ് പിടിച്ചിട്ടല്ലേ മറ്റേടുത്ത. ഒറ്റയ്ക്ക് ഇതൊരു ഇരുമ്പാണോ? ഇങ്ങനെ പൊങ്ങി കിടക്കുക. ഇതാണ് തോണിക്കടവ്. അപ്പുറ സൈഡ് കർണാടകയാണ്. ഇതിൻ്റെ കുറേ മുകളിലാണ് പെരിക്കല്ലൂർ കടവ്. മറ്റേ മിന്നൽ മുരളി മൂവി ഇല്ല, അതൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണത്. ഇവിടെ കപ്പ ബിരിയാണി കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടുണ്ട് ആപ്പിസിറ്റിൽ. ഇനി അങ്ങോട്ട് വിടാം. കപ്പ ബിരിയാണീൻ്റെ സ്പോട്ട് നെഗറ്റീവ് ഇട്. 3 വെച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല, നമ്മൾ മാരി തിന്നണം. ഇതാണ് കപ്പ ബിരിയാണി. വേണ്ടി തിന്നത് കാണാൻ രസമുണ്ട്. കല്യാണ ബിരിയാണി പോലെ ഉണ്ടല്ലേ? കല്യാണ ബിരിയാണി അല്ല. നീ വീഡിയോ എടുക്കുന്നില്ല എന്നല്ല പറഞ്ഞേ? ഇത് യൂട്യൂബിലിടാലോ. സമാധാനത്തോടെ കഴിക്കാന്ന് ഓർത്ത് തിന്നിട്ട് അങ്ങനെ ഉണ്ടെന്നാണ്. തിരക്കില്ല. ഇപ്പോഴുള്ള പ്രശ്നം മൊത്തമുള്ള ആണ് പുൽപ്പള്ളീൻ്റെ അടുത്തുള്ള ഇൻ്റർലോക്ക് റോഡ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണിത്. പക്ഷേ ടാറിങ്ങാണല്ലോ കാണുന്നുള്ളൂ. എവിടെ തൊട്ടാണ് പറഞ്ഞത്? ഇത് കാടാണ് ശരിക്കും. നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ക്രിക്കറ്റ് കളിയാണല്ലോ ചെക്കന്മാർ. ഇറങ്ങി കളിക്കാം, വീഡിയോ പിന്നെ എടുക്കാം. നമ്മളെ കൂട്ട് ചോദിച്ചത് ഇങ്ങനെ ചോദിച്ച് കയറി എന്താ പ്രശ്നം എന്നറിയോ? ബോള് പെറുക്കലേ ഉണ്ടാവുള്ളൂ. ബാറ്റ് തൊടാൻ കിട്ടിയ ഭാഗ്യം. ഇത് രാവിലെയാന്ന് തോന്നുന്നു ഇവിടെ ഏറ്റവും രസം. ആ വെളിച്ചം ഇങ്ങനെ ഇടയിൽ കൂടെ വരുന്നൊരു സമയല്ലേ. ഇവിടെ ഒരു മരമുണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ. ഞാൻ കണ്ടിട്ടുണ്ടോ വീഡിയോയിലൊക്കെ? അതാണോ ആ ബസ് പോകുന്ന വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഉള്ളിക്കേറി? അത് ഞാൻ നിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിവിടെയല്ലേ? ഓക്കെ, അതാണ് ആ മരല്ലേ? അവിടെ മാരകമായി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ മരം. അങ്ങോട്ട് പോണോ? നീ കുറച്ചുകൂടെ പോയിട്ട് വരാല്ലേ? മരമൊക്കെ വീണ്ടും മുറിച്ചിട്ടേക്കുന്നത് റോഡിന് വേണ്ടി മാത്രം കണക്കാക്കി നടക്കുന്നെടുത്തു. ഇതിനെ താഴെ ഒരു തടാകം പോലത്തെ ഉണ്ടോ അത്? പക്ഷെ ഇതിൽ ഇറങ്ങിപ്പോകുന്നത് എനിക്കറിയില്ല. ഫോറസ്റ്റ് ആണോ? ഫോറസ്റ്റ് ആണ്. ആടിനെ മേയ്ക്കാൻ വേണ്ടി പോകുന്നതിന് കുഴപ്പമില്ലെന്നാ
ആടിനെ മേടിക്കേണ്ടി വരില്ല എനിക്ക്. ഫോറസ്റ്റിലോ? അല്ല ഇതുപോലുള്ള സ്ഥലത്തേ. ഇത് ശരിക്കും പോയി കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ എത്തും. കോളേജിലല്ല, കേണിച്ചിറ. ഈ റോഡ് അങ്ങോട്ടുണ്ട്. ഈ ഭാഗം നല്ല രസമല്ലേ? രസമുണ്ട്. ലൈറ്റ് കുറഞ്ഞപ്പോൾ തന്നെ. ഇതിലാണ് ഫുള്ള് ആടിനെയും കൊണ്ട് പോകുന്ന ആൾക്കാർ. ആനകളെ മേയ്ക്കാൻ. ആന ഉണ്ട് ശരിക്കും ഇവിടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ആ പുറത്തെ ചൂടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല വ്യത്യാസം. ഫുള്ള് മരങ്ങളായോണ്ട്. അപ്പോൾ പുൽപ്പള്ളി ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്ലേസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഇതുപോലത്തെ കിടിലൻ പ്ലേസുകൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണം.